എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം വളരെ രസകരമായ ഒന്നാണ്. നിങ്ങൾക്ക് പക്ഷികളെ ഇഷ്ടമാണോ? പക്ഷികളെ നിരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ചിലരൊക്കെ ഉണ്ടാകുമല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പാഠമാണ് ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിംഗ് ഇൻ ഇന്ത്യ. ഇത് എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഗ്രേറ്റ് ഓർണിത്തോളജിസ്റ്റായ സലിം അലിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ദ ഫാൾ ഓഫ് എ സ്പാരോ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ പാഠത്തിന്റെ പേരിന്റെ അർത്ഥം? ട്രിൽസ് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ മനോഹരമായ ശബ്ദങ്ങൾ, കളകളാരവം എന്നൊക്കെ പറയാം. ത്രിൽസ് എന്ന് പറഞ്ഞാലോ ആവേശം, രോമാഞ്ചം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇന്ത്യയിലെ പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചുള്ള മനോഹരമായ ശബ്ദങ്ങളും ആവേശകരമായ അനുഭവങ്ങളുമാണ് ഈ പാഠം. റെഡിയല്ലേ എല്ലാവരും? സലീം അലിയോട് എല്ലാവരും ചോദിക്കുന്നൊരു സ്ഥിരം ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ, ഏറ്റവും സാഹസികമായ അനുഭവം ഏതാണെന്നാണത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉത്തരം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ നിരാശ തോന്നാം. കാരണം ഓർണിറ്റോളജി, അതായത് പക്ഷിശാസ്ത്രം, ഒരു ഹോബിയായോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായോ എടുക്കുമ്പോൾ അതിൽ ഒരുപാട് അഡ്വെഞ്ചേഴ്സ് ഉണ്ട്, റിവാർഡ്സ് ഉണ്ട്, ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. അതായത് സാഹസങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്, നിരാശകളുണ്ട്. എങ്കിലും അതൊരു സമാധാനം നിറഞ്ഞൊരു പെർസ്യൂട്ടാണ്, ഒരു അന്വേഷണമാണ്. പക്ഷെ അതിൽ എക്സൈറ്റ്മെന്റും ത്രിൽസും ഒട്ടും കുറവല്ല കേട്ടോ. ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് തരം പക്ഷികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബേർഡ് വാച്ചറിന് എപ്പോഴും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പക്ഷി നിരീക്ഷണ ഹോബിക്ക് ഇപ്പോൾ ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. സലിം അലി പറയുന്നു, അദ്ദേഹം പക്ഷികളുടെ കൂടുകൂട്ടുന്നതിനെക്കുറിച്ചുള്ള പരമ്പരാഗതമായ അറിവുകൾ കേട്ടാണ് വളർന്നത്. ഒരു ബേർഡ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അതൊക്കെ ഫിലിമിൽ പകർത്താൻ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമായിരുന്നു. അങ്ങനെ പക്ഷികളുടെ കൂട്ടിന്റെ അടുത്ത് ഒരു സ്റ്റെപ്പ് ലാഡറിൽ കയറി ഒരു ക്യാൻവസ് തുണി കൊണ്ട് ശരീരം മറിച്ച് അദ്ദേഹം ഒളിച്ചിരിക്കും. പക്ഷികളെ ശല്യപ്പെടുത്താതെ അവയുടെ ചിത്രങ്ങൾ എടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ചില അസാധാരണമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ പക്ഷികളൊന്നും ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായോ? കാരണം പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്ന പോലെ അല്ല പക്ഷികളുടെ യഥാർത്ഥ ജീവിതം. അവയുടെ സ്വഭാവരീതികൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. നമ്മൾ പുസ്തകത്തിൽ ഒരു കാര്യം പഠിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അവ ചെയ്യുന്നത് വേറൊരു കാര്യമായിരിക്കും. അതാണ് അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞത്. പക്ഷികളെക്കുറിച്ചുള്ള പഠനം, ഫീൽഡ് സ്റ്റഡി വളരെ സമാധാനപരമായൊരു ജോലിയാണെങ്കിലും അതിൽ അപകടങ്ങളുമില്ലാതില്ല. അതായത് ഹെസാർഡ്സ് ഉണ്ട്. ഉദാഹരണത്തിന് തെക്കേ ഇന്ത്യയിലെ ആനകൾ നിറഞ്ഞ കാടുകളിൽ അദ്ദേഹം പലപ്പോഴും പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് കർണാടകയിലെയും കേരളത്തിലെയും കാടുകളിൽ. നിങ്ങൾ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു കാട്ടാനയെ തൊട്ടുമുന്നിൽ കണ്ടാൽ എങ്ങനെയുണ്ടാകും? അതൊരു അൺനർവിംഗ് എക്സ്പീരിയൻസ് ആണ്, നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തുന്നൊരു അനുഭവമാണത്. എന്നാൽ സാധാരണഗതിയിൽ ഒരു കാട്ടാന നമ്മളെ ഒന്നും ചെയ്യില്ല. പക്ഷെ അതൊരു റോഹാണെങ്കിൽ, അതായത് ഒരു ഒറ്റയാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയുള്ളൊരു പിടിയാനയാണെങ്കിൽ അത് വളരെ അപകടകാരിയായിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. സലിം അലി അദ്ദേഹത്തിന്റെ ഒരു പഴയ യാത്രയെക്കുറിച്ച് ഓർക്കുകയാണ്. 1946 ഫെബ്രുവരിയിൽ അദ്ദേഹം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയിൽ ഒരു യാത്ര നടത്തി. അത് വളരെ റൊമാന്റിക്കായ മനോഹരമായൊരു യാത്രയായിരുന്നു. പിന്നീട് ആ ട്രാംവേ പൊളിച്ചുമാറ്റി. എന്തിനാണെന്നറിയാമോ? പരമ്പിക്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനു വേണ്ടി. ആ ഭീമാകാരമായ ഡാമും റിസർവോയറും വന്നപ്പോൾ പരമ്പിക്കുളം എന്ന സ്ഥലവും അതിന്റെ ചുറ്റുമുള്ള മനോഹരമായ പ്രദേശങ്ങളുമെല്ലാം വെള്ളത്തിനടിയിലായി. പ്രകൃതിക്ക് എത്ര വലിയ നഷ്ടമാണുണ്ടായതെന്ന് ഓർത്തുനോക്കൂ. സലീം അലിയും കൂട്ടരും പരമ്പിക്കുളത്തെത്തിയപ്പോൾ ഇരുട്ടായി തുടങ്ങിയിരുന്നു. അവിടുത്തെ ഫോറസ്റ്റ് ബംഗ്ലാവിന്റെ വരാന്തയിൽ അദ്ദേഹം ഒരു വലിയ കൂട്ടം കാദർ ആദിവാസികളെ കണ്ടു. അവരുടെ നടുവിലായി കാലിൽ ചെരുപ്പില്ലാത്ത, മേൽവസ്ത്രം ധരിക്കാത്ത, ചുളിഞ്ഞ കാക്കി ഷോർട്സിട്ട ഒരു യൂറോപ്യൻ പുരുഷനുമുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ പരസ്പരം പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു ഓസ്ട്രിയൻ ആന്ത്രപ്പോളജിസ്റ്റ്, അതായത് നരവംശാസ്ത്രജ്ഞനായിരുന്നു. പേര് ബാരൻ ഉമർ റോൾഫ്. അദ്ദേഹം പറഞ്ഞു, പക്ഷിശാസ്ത്രം, ഓർണിത്തോളജി ഒരു രണ്ടാമത്തെ പ്രണയമാണെന്ന്. അടുത്ത ദിവസം രാവിലെ സലീം അലിയുടെ കൂടെ വരാൻ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നുവെന്നും അറിയിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഒരു ഫോറസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ അവർ യാത്ര തുടങ്ങി. 5 അടിയിൽ കൂടുതൽ ഉയരമുള്ള പുല്ലുകൾ നിറഞ്ഞൊരു സ്ഥലത്തുകൂടിയായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. മൃഗങ്ങൾ നടന്നുപോയുണ്ടായ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ അവർ പതുക്കെ നടന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ബ്രോഡ് ടെയിൽ ഗ്രാസ് വാർബ്ലർ എന്ന പക്ഷിയെ കാണാൻ പറ്റിയ ഹാബിറ്റാറ്റാണ്, അതായത് വാസസ്ഥലമാണ്. അവർ അങ്ങനെ നടന്നു പോകുമ്പോൾ ആ വഴിയിലൊരു വളവ് തിരിഞ്ഞതും മുന്നിൽ നടന്നിരുന്ന ഫോറസ്റ്റ് ഗാർഡ് പെട്ടെന്ന് താഴേക്ക് കുനിഞ്ഞ് ആവേശത്തോടെ മുന്നോട്ട് വിരൽ ചൂണ്ടി. അപ്പോൾ സലീം അലി നോക്കിയപ്പോൾ എന്താണ് കണ്ടതെന്നോ? എതിർ ദിശയിൽ നിന്ന് അതേ വഴിയിലൂടെ നടന്നുവരുന്ന ഒരു ടസ്കറിന്റെ, അതായത് ഒരു കൊമ്പൻ ആനയുടെ തല മാത്രം അദ്ദേഹം ഒരു നിമിഷം കണ്ടു. കണ്ടതും അദ്ദേഹം തിരിഞ്ഞു ഓടാൻ തുടങ്ങി, തനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ.
അദ്ദേഹത്തിന്റെ 10 വാര പിന്നിലായിരുന്ന ഒമറിനോടും ഓടാൻ അദ്ദേഹം ആംഗ്യം കാണിച്ചു. പക്ഷേ ഒമറിന്റെ പ്രതികരണം കണ്ട് സലീം അലി ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. അത്രയും വേഗത്തിൽ ഒരാൾ പ്രതികരിക്കുന്നത് അദ്ദേഹം മുൻപ് കണ്ടിട്ടേയില്ല. ഒമർ ഒരു പൂച്ചയുടെ വേഗതയോടെ തിരിഞ്ഞ് വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കാതെ തന്റെ നീണ്ട കാലുകൾ കൊണ്ട് കഴിയുന്നത്ര വേഗത്തിലോടി. താമസിയാതെ അദ്ദേഹം സലീം അലിയെ 100 വാര പിന്നിലാക്കി. കണ്ടാൽ തോന്നും അയാൾ ഒരിക്കലും ഓട്ടം നിർത്തില്ലെന്ന്. ഒടുവിൽ മറ്റൊരു 100 വാര കൂടി ഓടിയതിനു ശേഷമാണ് അയാൾ ഓട്ടം നിർത്തിയത്. സലീം അലി കിതച്ചുകൊണ്ട് ഓടി അയാളുടെ അടുത്തെത്തിയപ്പോൾ അയാൾ ശ്വാസം അടക്കിപ്പിടിച്ചു ചോദിച്ചു, അതെന്തായിരുന്നു? ഇതൊരു തമാശ നിറഞ്ഞ സംഭവമായിരുന്നു. സലീം അലി പറയുന്നു, ഒരു കാട്ടുകൊമ്പനെ കാണുമ്പോഴെല്ലാം താൻ ഈ സംഭവം ഓർക്കുമെന്ന്. സത്യത്തിൽ ആ പാവമാന ഒരുപക്ഷെ ഇവരുടെ സാന്നിധ്യം അറിഞ്ഞിട്ടുപോലും ഉണ്ടാകില്ല. അതാ വളവിലെത്തുന്നതിനു മുൻപ് തന്നെ പുല്ലുകൾക്കിടയിലേക്ക് മാറിപ്പോയി. പിന്നീട് അതിനെ കണ്ടതുമില്ല. പക്ഷിശാസ്ത്രത്തിൽ ചിലപ്പോൾ മറ്റൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാം. സലീം അലി അങ്ങനൊരു സംഭവം ഓർത്തെടുക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ മുടിയിഴകളെ വരെ എഴുന്നേറ്റ് നിർത്തിയൊരു സംഭവമായിരുന്നു. 1945 മാനസരോവർ തടാകത്തിലേക്കും കൈലാസ പർവ്വതത്തിലേക്കും പോകുന്ന വഴിയിൽ ഹിമാലയത്തിലെ അൽമോറയിൽ നിന്ന് ലിബു ലേക്ക് പാസിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു അത്. വളരെ ഇടുങ്ങിയൊരു വഴിയായിരുന്നു അത്. ഒരു വശത്ത് 1000 അടി താഴ്ചയുള്ള അത്വസ്ന പാറക്കെട്ട്, മറുവശത്ത് 300 അടി താഴെയായി ഇരമ്പിയൊഴുകുന്ന കാളി നദി. എന്തൊരു ഭയാനകമായ സ്ഥലമല്ലേ! സലീം അലി മുന്നോട്ട് നടന്നു പോയതുകൊണ്ട് കൂടിയുണ്ടായിരുന്ന ചുമട്ടുകാർ ആ ഇടുങ്ങിയ സ്ഥലത്ത് തന്നെ ടെന്റ് കെട്ടി. ആ സമയത്താണ് കുറച്ചകലെയായി ഒരു കുന്നിൻ ചെരുവിൽ ഒരു ചെറിയ കുറ്റിച്ചെടിയുടെ മുകളിലേക്ക് ഒരു കുഞ്ഞു പക്ഷി പറന്നു വന്നത്. ആ പക്ഷിയെ സലീം അലിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. യെല്ലോ നാബ്ഡ് യുഹിന. അദ്ദേഹം തന്റെ ബൈനോക്കുവറിലൂടെ ആ പക്ഷിയെ നോക്കിയതും അത് കുറച്ചുകൂടി മുകളിലേക്ക് ചാടി. അപ്പോൾ അതിന് കുറച്ചുകൂടി നന്നായി കാണാനായി സലീം അലി ഒരു ചുവട് പിന്നോട്ട് വെച്ചു. പക്ഷെ ബൈനോക്കുലർ കണ്ണിൽ നിന്ന് മാറ്റിയിരുന്നില്ല. തന്റെ പിന്നിൽ വലിയ ഒരു കൊക്കയാണെന്ന കാര്യം അദ്ദേഹം പൂർണ്ണമായും മറന്നുപോയിരുന്നു. അങ്ങനെ പിന്നോട്ട് കാലെടുത്തു വെച്ചതും അദ്ദേഹത്തിന്റെ ഉപ്പൂറ്റിയുടെ അടിയിൽ നിന്ന് ഒരു ചെറിയ കല്ല് തെന്നിമാറുന്നത് അദ്ദേഹം അനുഭവപ്പെട്ടു. ആ കല്ല് കുന്നിന് താഴേക്ക് ഉരുണ്ടുപോകുന്നതിന്റെ നേരിയ ശബ്ദവും അദ്ദേഹം കേട്ടു. അപ്പോഴും എന്തോ കുഴപ്പമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. വെറുതെ തമാശയ്ക്കെന്ന പോലെ അദ്ദേഹം തോളിലൂടെ പിന്നോട്ടു നോക്കി. ആ കാഴ്ച അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിച്ചു. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി താൻ നിൽക്കുന്നത് അഗാധമായ കൊക്കയുടെ അറ്റത്താണെന്ന്. വെറും 2 ഇഞ്ച് കൂടി പിന്നോട്ടു പോയിരുന്നെങ്കിൽ ഉരുണ്ടുപോയ ആ കല്ലിന്റെ കൂടെ അദ്ദേഹവും താഴേക്ക് പോയേനെ. ദൈവമേ, ഓർക്കാൻ പോലും വയ്യല്ലേ! തല നാഴിയിലേക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. സലീം അലി പറയുന്നു, മനോഹരമായ സ്ഥലങ്ങളിൽ പക്ഷികളെ പിന്തുടരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന്. അരനൂറ്റാണ്ടിലേറെയായി അദ്ദേഹം പക്ഷികളെ നിരീക്ഷിക്കുന്നു. പ്രധാനമായും അവ നൽകുന്ന സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടിയാണിത്. ഇതൊരുതരം എസ്കേപ്പിസമാണെന്ന് പറയാം, അതായത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടം. പക്ഷെ അതിന് വലിയ ന്യായീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒന്നാണിത്. പക്ഷികളോടുള്ള സ്നേഹം, അത് നൽകുന്ന സന്തോഷം, അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് മഹാനായ സലീം അലി നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800-606-6363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.